ഹലോ മിമിക്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ സിനിമാ താരങ്ങളുടെ ശബ്ദമാണല്ലോ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഇതാ ഏതാനും ചില സിനിമാ താരങ്ങളുടെ ശബ്ദവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ആദ്യമായി എത്തിയത് മലയാള സിനിമയിലെ ശ്രീ മധു. രാഘവ, മേലെപ്പാട്ട് കല്യാണി അമ്മയുടെ മകളുമായി നിനക്കെന്താടാ ബന്ധം? എന്താ ചോദിച്ചേ? അവളുമായി എന്ത് വേണമെങ്കിലും വായിക്കൂ. അവിടെ തള്ള കല്യാണി എനിക്ക് വിട്ടു വന്നേക്കണം. എന്നാ ഞാൻ പോട്ടെ. അടുത്തെത്തിയത് മലയാള സിനിമയിലെ ഒട്ടനവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ശ്രീ അസീസ്. പണിക്കരി സാറ് ചുമ്മാതിരിക്കുന്നു. എടീ കൊച്ച്, നിന്നെ എനിക്കറിയാം, നിന്റെ തള്ളേ എനിക്കറിയാം. പോലീസുകാരോടാ അവിടെ കളി. ചീസ്. അടുത്തെത്തിയത് മലയാള സിനിമയുടെ ജനറേറ്റർ എന്നറിയപ്പെട്ടിരുന്ന ശ്രീ MS തൃപ്പൂണിത്തുറ. ഞാനൊരു പാട്ട് പാടാം. നിങ്ങൾ കൈയടിച്ച ഇന്നാ ഓടിയോ? അന്തിക്കട പുറത്തൊരോലക്കൂടെ എടുത്ത് കാലം കൂട്ടി പുറക്കി നടക്കണ ആരാണ്? അടുത്തെത്തിയത് മലയാള സിനിമയിലെ കോമഡി താരമായ ശ്രീ ജനാർദ്ദനൻ. അടുത്തെത്തിയത് മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീർ. നിങ്ങളെയൊക്കെ കണ്ടതിൽ ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, വെള്ളമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടാം. ലക്ഷാവതി നിന്റെ കള്ളക്കട, താഴമ്പൂവോ താമരപ്പൂവോ മീനോ തേനോ ഏതാണ്ടൊക്കെയുണ്ട്. അടുത്തെത്തിയത് മലയാള സിനിമയിലെ മറ്റൊരു കോമഡി താരമായ ശ്രീ മാമുക്കോയ. അടുത്തത് മലയാള സിനിമയിലെ ശ്രീ കൊച്ചു പ്രേമൻ. അടുത്തെത്തിയത് മലയാള സിനിമയിലെ മറ്റൊരു കോമഡി താരമായ ശ്രീ മാള അരവിന്ദൻ. അയ്യോ, പിള്ളേരോട് ചുരുപിടി വിളക്കിയ പിള്ളേർ വെച്ചു കൊടുത്ത ചന്തു. അതാ വരട്ടെ. അടുത്തെത്തിയത് മലയാള സിനിമയിൽ പേഴ്സണലായിട്ട് മാത്രം സംസാരിക്കുന്ന ശ്രീ ലാലു അലക്സ്. പേഴ്സണലായിട്ട് പറയുക, പഠിക്കുന്നുണ്ടോണ്ട് കാര്യമില്ല. സുസിയോടൊപ്പഴേ പറഞ്ഞതാ. എന്താ പറയട്ടെ. അടുത്തതായി ശ്രീ ഇന്ദ്രജിത്ത്. എന്താണ് നിന്റെ പേര്? മാധവനല്ലേ? ചുട്ട പേര് പറയണം. മീശാമാധവൻ. കൊള്ള സ്റ്റൈലൊക്കെ ഉണ്ട്. നാളെ വരുമ്പോഴേ ഈ മീശയും താടിയൊന്നും ഉണ്ടാവരുത്, ചെരച്ചേച്ച് വരണം കേട്ടോടാ. അടുത്തതായി മലയാളത്തിലെ സൂപ്പർ മെഗാസ്റ്റാർ ശ്രീ മമ്മൂട്ടി.
IAS, ഇന്ത്യൻ ഭരണ സർവീസ്. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ. എട്ട വലിച്ചു വലിച്ച് ചുമച്ച് ചോരോപ്പുന്നവന്റെ ഇന്ത്യ. എന്തിനേറെ നീ നാട്ടിലിറക്കി വിട്ടല്ലേ ആ പാവം കൃഷ്ണനെ പോലുള്ള മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ. എന്നാ ഞാൻ വരട്ടെ. ആവശ്യപ്രകാരം ഉമ്മറിന്റെ ശബ്ദം മലയിരിക്കുകയാണ്. പിണ്ടം വരുതര അതുമല്ലെങ്കിൽ ഇന്ന് ഞാൻ വരട്ടെ. ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റാണ് ഇപ്പൊ ലാലേട്ടനേക്കാളിലും വലിയ സൂപ്പർ സ്റ്റാർ. എങ്കിലും എല്ലാവരുടെയും ആവശ്യപ്രകാരം ലാലേട്ടനെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അയ്യോ എന്താ ഇത്? ആരാടാ ഈ ഉച്ചാളത്തിനൊക്കെ ഇവിടെ കാണിച്ച്? അയ്യോ ഒന്നും നടന്നില്ലെങ്കിൽ തന്റെ പച്ചയ്ക്ക് കൊളുത്തേട്ടെ ജഗന്നാഥൻ ഈ മണ്ണ് വിട്ടു പോകൂ. എന്താ ഞാൻ വരട്ടെ. അയ്യോ അച്യുതാനന്ദന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളിലും വളരെ വ്യക്തമായി പഠിച്ചുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയണം. എന്താ ഞാൻ വരട്ടെ. അടുത്ത ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അതായത് കേരളത്തില് വളരെ പൈശാചികമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ എന്നോട് പത്രപ്രവർത്തനം ചോദിച്ചു, സാറേ ദുരിതാശ്വാസം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദുരിതാശ്വാസം എന്ന് പറയുമ്പോ ദുരിതം ജനങ്ങൾക്കും ആശ്വാസം ഞങ്ങൾക്കും. അടുത്ത ശ്രീ സുരേഷ് ഗോപി ഇന്റർവ്യൂകളിൽ അദ്ദേഹത്തിന്റെ ശബ്ദം അല്പം വ്യത്യാസമാണ്. അത് ഞാനൊന്ന് അന്വേഷിക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങൾ എനിക്കറിയാം എന്നെ സ്നേഹിച്ച ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടെന്നും അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നത്. എങ്കിലും ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, എല്ലാവർക്കും എൻ്റെ എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുകയാണ്. ദാസേട്ടന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കാം. ദൈവത്തിന്റെ വരദാനമായിട്ട് കിട്ടിയ ആ സംഗീതം അതിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോ പലരും ഇവിടെ വലിയ സൂപ്പർ ഹിറ്റ് പാട്ടുകാരൊക്കെ ആവാറുണ്ട്. എങ്കിലും ഞാൻ രണ്ടുപേരും മൂളി നിർത്തുകയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇത്രയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ മിമിക്രി അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.